Dear students, welcome back to a new lecture. നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്താണ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ് തുടങ്ങിയവയൊക്കെ ഡിസ്കസ് ചെയ്തു. ചില ഫങ്ഷൻസ് ലീനിയർ ആണെന്നും ലീനിയർ അല്ലെന്നും പ്രൂവ് ചെയ്തു. ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു സെറ്റ് ഓഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ലെക്ചറിൽ ഡീൽ ചെയ്യുന്നത്. ഇവിടെ a problem given t of 1 0 1 is equal to 1 2 0, t of 0 1 1 is equal to 2 minus 1 3, t of 1 1 0 is equal to 0 1 2. We have to find t of 3 2 1. ഇവിടെ നമുക്ക് മൂന്ന് ഡിഫറെൻറ്റ് വെക്ടേഴ്സിൻ്റെ ഇമേജസ് തന്നിട്ടുണ്ട്. ഈ മൂന്ന് വെക്ടേഴ്സിൻ്റെ ഇമേജിൽ നിന്നും വേറൊരു വെക്ടറിൻ്റെ ഇമേജ് നമ്മൾ കണ്ടെത്തണം. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രോബ്ലം. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് വരുമ്പോൾ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമുക്കൊരു സെറ്റ് ഓഫ് വെക്ടറിന്റെ ഇമേജസ് തരും, അതിൽ നിന്ന് പുതിയൊരു വെക്ടറിന്റെ ഇമേജ് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, സോ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ 2-3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്, ഇവിടെ 3 വെക്ടേഴ്സിന്റെ ഇമേജ് തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട വെക്ടറിനെ ഈ 3 വെക്ടറിന്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഇത്തരം പ്രോബ്ലംസിലെല്ലാം തന്നിരിക്കുന്ന വെക്ടറിനെ നമ്മൾക്ക് ഏതൊക്കെ ഇമേജസ് ആണ് തന്നിരിക്കുന്നത്, ആ ഇമേജസ് ആയിട്ട് തന്നിരിക്കുന്ന ഇമേജസ് എടുത്തിരിക്കുന്ന പ്രീ ഇമേജ് വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതും. ഇവിടെ പ്രീ ഇമേജ് ആയിട്ടുള്ളത് 1 0 1 0 1 1 1 1 0 എന്നുള്ളതാണ്. അപ്പൊ 3 2 1-നെ 1 0 1-ന്റെയും 0 1 1-ന്റെയും 1 1 0-യുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുക. നമുക്ക് ആ ലീനിയർ കോമ്പിനേഷൻ അറിയില്ല. അപ്പൊ അതുകൊണ്ട് 3 2 1 is equal to a into 1 0 1 പ്ലസ് ബി ഇൻറ്റു 0 1 1 പ്ലസ് സി ഇൻറ്റു 1 1 0 എന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എയും ബിയും സിയുടെയും വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. സോ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ പ്ലസ് സി ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. കമ്പോണൻസ് തമ്മിൽ 2 വെക്ടേഴ്സ് ഈക്വൽ ആകുക എന്ന് വെച്ചാൽ കമ്പോണൻസ് ഈക്വൽ ആക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ എ പ്ലസ് സി എന്ന് കിട്ടും. രണ്ടാമത്തെ കമ്പോണന്റ് 0 പ്ലസ് ബി പ്ലസ് സി എന്ന് കിട്ടും. അപ്പൊ രണ്ടാമത്തെ കമ്പോണന്റ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. മൂന്നാമത്തെ കമ്പോണന്റ് എ പ്ലസ് ബി പ്ലസ് 0 എന്ന് കിട്ടും. സോ മൂന്നാമത്തെ കമ്പോണന്റ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ നമുക്ക് കിട്ടിയ കമ്പോണൻസ് എന്ന് പറയുന്നത് എ പ്ലസ് സി ഇസ് ഈക്വൽ ടു 3, ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 2 ആൻഡ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 1. ഇത് മൂന്നും കൂടെ ലീനിയർ ഇക്വേഷൻസ് ആണ്, ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. ഈ 3 സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കിട്ടും. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 1. നമുക്ക് കണ്ടുപിടിക്കേണ്ട വെക്ടറിനെ പ്രീ ഇമേജ് വെക്ടറിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുക. സോ ഇവിടെ നമുക്ക് മൂന്നാമത്തെ വെക്ടറിൽ നിന്നും ബി ഇസ് ഈക്വൽ ടു നമുക്ക് 1 മൈനസ് എന്ന് എഴുതാൻ പറ്റും. അത് തൊട്ട് മുമ്പത്തെ വെക്ടറിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. സോ ഇവിടെ ബിക്ക് പകരം 1 മൈനസ് എ കൊടുക്കുമ്പോൾ 1 മൈനസ് എ പ്ലസ് സി ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതിൽ നിന്ന് ഇവിടെ ഈ 1 മൈനസ് എ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 2 മൈനസ് 1 പ്ലസ് എ എന്ന് കിട്ടും. 2 മൈനസ് 1 ഈസ് 1. അപ്പോൾ സി ഇസ് ഈക്വൽ ടു 1 പ്ലസ് എ എന്ന് കിട്ടും. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1, ഇവിടെ എയും സിയും മാത്രമേ ഉള്ളൂ. സിയെ നമ്മളിപ്പോൾ എയുടെ ടേംസിൽ എഴുതി, സി ഇസ് ഈക്വൽ ടു 1 പ്ലസ് എന്ന് എഴുതാൻ പറ്റും. സോ അതിൽ നിന്ന് ഇവിടെ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. സോ എ പ്ലസ് സി മീൻസ് എ പ്ലസ് 1 പ്ലസ് എ ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2a പ്ലസ് 3 ഇസ് ഈക്വൽ ടു 2a പ്ലസ് 1 ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അതിൽ നിന്ന് 2a ഇസ് ഈക്വൽ ടു 3 മൈനസ് 1 ഇസ് 2, ദാറ്റ് ഈസ് a ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. a 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ c നമുക്ക് കിട്ടും. c ഇസ് ഈക്വൽ ടു 1 പ്ലസ് a ആണ്. അപ്പൊ c ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. b എന്ന് വെച്ചാൽ 1 മൈനസ് a ആണ്. ദാറ്റ് ഈസ് 1 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കിട്ടി. എയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ 0 ആണ്, സിയുടെ വാല്യൂ 2 ആണ്. സോ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ, തൊട്ട് മുമ്പത്തെ എക്സ്പ്രഷൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ ഇവിടെ എ എന്ന് വെച്ചാൽ 1 ആണ്, ബി എന്ന് വെച്ചാൽ 0 ആണ്, സി എന്ന് വെച്ചാൽ 2 ആണ്. സോ 3 2 1 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 0 1 പ്ലസ് 0 ഇൻറ്റു 0 1 1 പ്ലസ് 2 ഇൻറ്റു 1 1 0 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണ് ഇത് എഴുതിയത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ടി ഓഫ് 3 2 1 ആണല്ലോ. അപ്പൊ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ടി ഓഫ് 3 2 1 ഈസ് ഈക്വൽ ടു ടി ഓഫ് 1 ഇൻറ്റു 1 0 1 പ്ലസ് 0 ഇൻറ്റു 0 1 1 പ്ലസ് 2 ഇൻറ്റു 1 1 0 എന്ന് എഴുതാൻ പറ്റും. ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ അഡീഷനെ സ്പ്ലിറ്റ് ചെയ്യാം, കോൺസ്റ്റൻസിനെ വെളിച്ചെടുക്കാം. സോ ടി ഓഫ് 3 2 1 എന്ന് പറയുന്നത് 1 ഇൻറ്റു, ഇവിടെ നമ്മൾ അഡീഷൻ സ്പ്ലിറ്റ് ചെയ്തു, കോൺസ്റ്റന്റ് വെളിഞ്ഞെടുത്തു. സോ 1 ഇൻറ്റു ടി ഓഫ് 1 0 1 പ്ലസ് 0 ഇൻറ്റു ടി ഓഫ് 0 0 0 1 1 പ്ലസ് 2 ഇൻറ്റു ടി ഓഫ് 1 1 0 എന്ന് എഴുതാൻ പറ്റും. ടി ഓഫ് 1 0 1ന്റെ വാല്യൂ നമുക്കറിയാം
സീറോ ഇൻറ്റു ടി ഓഫ് 011 എന്ന് വെച്ചാൽ 0 ആണ്. അപ്പോൾ ടി ഓഫ് 101 പ്ലസ് 2 ഇൻറ്റു ടി ഓഫ് 110 എന്ന് കിട്ടും. ടി ഓഫ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ടി ഓഫ് 101ന്റെ വാല്യൂ ഈസ് 120 എന്ന് തന്നിട്ടുണ്ട്. ടി ഓഫ് 110യുടെ വാല്യൂ നമുക്ക് 012 എന്ന് തന്നിട്ടുണ്ട്. സോ 120 പ്ലസ് 2 ഇൻറ്റു 012 എന്ന് കിട്ടും. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ നമുക്ക് 144 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് 3-2-1നെ ത്രീ ഇമേജസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺസ്റ്റൻസിന്റെ വാല്യൂ സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുക. ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് കോൺസ്റ്റൻസ് വെളിയിൽ എടുത്തിട്ട് ടി ഓഫ് ഇമേജസ് ആക്കി എഴുതുക. എന്നിട്ട് ആ ഇമേജസിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്. അപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ട അടുത്തൊരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാം. ലെറ്റ് ടി ഫ്രം ആർ സ്ക്വയർ ടു ആർ സ്ക്വയർ ബി ലീനിയർ such that t of 10 is equal to 11, t of 01 is equal to minus 1. Find t of xy and hence evaluate t of 14 and t of minus 2. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ജനറൽ വേർഷൻ ആണ്. നമുക്ക് ടി ഓഫ് എക്സ് വൈ എന്നുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ ജനറൽ വേർഷൻ കണ്ടുപിടിക്കണം. ടി ഓഫ് 10 തന്നിട്ടുണ്ട്, ടി ഓഫ് 01 തന്നിട്ടുണ്ട്. നമുക്കറിയാം 10യും 01ഉം R2ന്റെ ഒരു സ്റ്റാൻഡേർഡ് ബേസിസ് ആണെന്ന് അറിയാം. സോ എല്ലാ എലമെന്റ്സിനെയും 10യുടെയും 01ന്റെയും ടേംസിൽ എഴുതാൻ പറ്റും. സോ എക്സ് വൈയെയും 10യുടെയും 01ന്റെയും ടേംസിൽ എഴുതാൻ പറ്റും. ടി ഓഫ് 10 നമുക്കറിയാം, ടി ഓഫ് 01 നമുക്കറിയാം. അതിൽ നിന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ടി ഓഫ് എക്സ് വൈയുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്ത് 1ഉം വൈയുടെ സ്ഥാനത്ത് 4ഉം കൊടുത്തു കഴിഞ്ഞാൽ ടി ഓഫ് 14 കിട്ടും. എക്സിന്റെ സ്ഥാനത്ത് -2ഉം വൈയുടെ സ്ഥാനത്ത് 1ഉം കൊടുത്തു കഴിഞ്ഞാൽ ടി ഓഫ് -21 കിട്ടും. സോ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് അത് തന്നെയാണ്. നമുക്ക് ടി ഓഫ് എക്സ് വൈ ആണ് കണ്ടെത്തേണ്ടത്. സോ എക്സ് വൈയെ ഇവിടുത്തെ പ്രീ ഇമേജസ് 10യും 01ഉം ആണ്. എക്സ് വൈയെ നമുക്ക് 10യുടെയും 01ന്റെയും ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുക എന്നുള്ളതാണ്. സോ നമുക്കറിയാം എക്സ് വൈ എന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു 10 പ്ലസ് വൈ ഇൻറ്റു 01 ആണ്. ഇത് ഡയറക്ട്ലി കിട്ടുന്നതാണ്. നമുക്കറിയാം ഇത് സ്റ്റാൻഡേർഡ് ബേസിസ് ആയതുകൊണ്ട്. സോ എക്സ് വൈയെ നമുക്ക് എക്സ് ഇൻറ്റു 10 പ്ലസ് വൈ ഇൻറ്റു 01 എന്ന് എഴുതാൻ പറ്റും. ഇവിടുത്തെ പ്രീ ഇമേജസ് 10യും 01 അത് സ്റ്റാൻഡേർഡ് ബേസിസ് ആയതുകൊണ്ട് അതിന് ഡയറക്ട്ലി ടി അപ്ലൈ ചെയ്യുക. അപ്പൊ ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഇവിടുത്തെ എക്സ് ആണ് കോൺസ്റ്റൻസ്, വൈ കോൺസ്റ്റൻസ് ആണ്. എക്സ് ഇൻറ്റു ടി ഓഫ് 10 പ്ലസ് വൈ ഇൻറ്റു ടി ഓഫ് 01 എന്ന് കിട്ടും. ടി ഓഫ് 10 എന്ന് വെച്ചാൽ 11 ആണ്. ടി ഓഫ് 01 എന്ന് വെച്ചാൽ -1 ആണ് തന്നിട്ടുണ്ട്. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു 11 ഈസ് എക്സ് കോമ എക്സ് പ്ലസ് വൈ ഇൻറ്റു -1 ഈസ് മൈനസ് വൈ കോമ വൈ എന്ന് കിട്ടും. സോ എക്സ് മൈനസ് വൈ ആണ് ഫസ്റ്റ് കമ്പോണന്റ്, എക്സ് പ്ലസ് വൈ ആണ് സെക്കൻഡ് കമ്പോണന്റ്. ഇതാണ് നമ്മുടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അതായത് ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് മൈനസ് വൈ കോമ എക്സ് പ്ലസ് വൈ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെയും നമ്മൾ ചെയ്തത് നമ്മുടെ പ്രീ ഇമേജസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി നമ്മുടെ വെക്ടറിനെ എഴുതി എന്നിട്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡയറക്ട്ലി അപ്ലൈ ചെയ്തു എന്നുള്ള പ്രോസസ്സാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ടി ഓഫ് 14 കണ്ടുപിടിക്കാം. എക്സിന് 1ഉം വൈക്ക് 4ഉം കൊടുക്കുമ്പോൾ ആൻസർ ഈസ് 1 - 4 ഈസ് -3 പ്ലസ് 1 + 4 ഈസ് 5. സോ ടി ഓഫ് 14 ഈസ് -3 5 എന്ന് കിട്ടും. അടുത്തതായിട്ട് ടി ഓഫ് -2 1 കണ്ടുപിടിക്കാം. എക്സിന് -2ഉം വൈക്ക് 1ഉം കൊടുക്കുമ്പോൾ ഇത് -2 - 1 വിച്ച് ഈസ് -3, -2 + 1 ഈസ് -1. സോ -3 - 1 എന്ന് കിട്ടും. സോ ഇതാണ് നമുക്ക് ടി ഓഫ് 14ന്റെയും ടി ഓഫ് -21ന്റെയും ആൻസർ. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടെ നോക്കാം. ഗിവൺ ടി ഓഫ് 12 ഈസ് ഈക്വൽ ടു 10, ടി ഓഫ് -1 ഈസ് ഈക്വൽ ടു 01, ഫൈൻഡ് ടി ഓഫ് എക്സ് വൈ ആൻഡ് ഹെൻസ് ഇവാലുവേറ്റ് ടി ഓഫ് 20. അപ്പൊ ഇവിടെയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടി ഓഫ് എക്സ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് വെക്ടറിന്റെ ആൻസർ തന്നിട്ടുണ്ട്. ടി ഓഫ് എക്സ് വൈ ജനറലി കണ്ടെത്തണം. എന്നിട്ട് എക്സിന് 2ഉം വൈക്ക് 0ഉം കൊടുക്കുമ്പോൾ നമുക്ക് ടി ഓഫ് 20 കിട്ടും. അപ്പൊ നമ്മുടെ പ്രോസസ് എന്ന് പറയുന്നത് എക്സ് വൈയെ നമ്മൾ 1 2ന്റെയും -1 1ന്റെയും ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുക. എന്നിട്ട് ഡയറക്ട്ലി ടി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രോസസ്. ഓക്കെ, സോ നമ്മൾ അപ്ലൈ ചെയ്ത് ഇവിടുത്തെ നമുക്ക് ഡയറക്ട്ലി എഴുതാൻ അറിയില്ല. സോ എക്സ് വൈയെ C1 ഇൻറ്റു ഇവിടുത്തെ പ്രീ ഇമേജസ് 1 2ഉം -1ഉം 1ഉം ആണ്. സോ C1 ഇൻറ്റു 1 2 പ്ലസ് C2 ഇൻറ്റു -1 1 എന്ന് എഴുതുന്നു. ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് C1ന്റെയും C2ന്റെയും വാല്യൂ എക്സിന്റെയും വൈയുടെയും ടേംസിൽ കിട്ടണം. അപ്പോഴാണ് അതിന്റെ ആൻസർ കിട്ടുക. സോ ഇതിൽ നിന്ന് C1 + 2C2 ഇവിടെ -C2, C1 എന്ന് കിട്ടും. ഫസ്റ്റ് കമ്പോണൻസ് ആഡ് ചെയ്യുമ്പോൾ C1 - C2 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു ദ ഫസ്റ്റ് കമ്പോണന്റ് എക്സ്. നെക്സ്റ്റ് ഈസ് 2C1 + C2 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു ദ സെക്കൻഡ് കമ്പോണന്റ് വൈ. ഓക്കെ, ഇതിനെ നമുക്ക് ഡയറക്ട്ലി സോൾവ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ C1 - C2 + 2C1 + C2
ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും. അതിൽ നിന്ന് C2 ക്യാൻസൽ ആയിപ്പോ മൈനസ് C2 പ്ലസ് C2 ക്യാൻസൽ ആയിപ്പോ. സോ 3C1 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും, വിച്ച് ഇംപ്ലൈസ് C1 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ 3 എന്ന് കിട്ടും. അപ്പം ഇതിൽ നിന്ന് ഈ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് C1 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ 3 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. അപ്പോൾ C2 ഈസ് ഈക്വൽ ടു C1 മൈനസ് എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് C1 എന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈ ബൈ 3 മൈനസ് എക്സ് എന്ന് കിട്ടും. സോ y മൈനസ് 2x ഡിവൈഡഡ് ബൈ 3 എന്നാണ് അതിന്റെ ആൻസർ. അപ്പോൾ C1ന്റെ C2ന്റെ ആൻസർ നമുക്ക് എക്സിന്റെ വൈയുടെ ടേംസ് കിട്ടി. സോ എക്സ് വൈയെ നമുക്ക് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1 2, അടുത്തത് y മൈനസ് 2x ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു മൈനസ് 1 1 എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും. ഇനി അടുത്ത നമുക്ക് ടി ഓഫ് എക്സ് വൈ എടുക്കുക എന്നുള്ളതാണ്. സോ ടി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ടി ഓഫ് 1 2 പ്ലസ് വൈ മൈനസ് 2x ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ടി ഓഫ് മൈനസ് 1 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതിനെ സിംപ്ലിഫൈ, ടി ഓഫ് 1 2ന്റെ വാല്യൂ നമുക്ക് 0 1 ആണ്. സോറി, ടി ഓഫ് 1 2ന്റെ വാല്യൂ 1 0 ആണ്. ടി ഓഫ് 0 1ന്റെ വാല്യൂ 0 മൈനസ് 1 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എക്സ് പ്ലസ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ 3 വൈ മൈനസ് 2x ഹോൾ ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് 2ഉം വൈയുടെ സ്ഥാനത്ത് 0യും കൊടുക്കുമ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷൻ്റെ അകത്ത് ടി ഓഫ് 2 0യുടെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രോബ്ലംസ്. ഓക്കെ, ഇനി നമ്മൾ ഇതുപോലെ തന്നെ അടുത്തൊരു പ്രോബ്ലം, ഇത് നിങ്ങൾക്ക് സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ടി ഓഫ് 1 1 1 തന്നിട്ടുണ്ട്, 2 0 മൈനസ് 1. ടി ഓഫ് 0 മൈനസ് 1 2 തന്നിട്ടുണ്ട്, മൈനസ് 3 2 മൈനസ് 1. ടി ഓഫ് 1 0 1 ഈസ് ഈക്വൽ ടു 1 1 0 തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടി ഓഫ് 4 2 0 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടുത്തെ പ്രോസസ് സിമ്പിൾ ആണ്. ഇവിടുത്തെ പ്രീ ഇമേജസ് 1 1 1 0 മൈനസ് 1 2 1 0 1 എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം 4 2 0യെ ഈ 3 വെക്ടറിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുക. അപ്പോൾ അത് C1 ഇൻറ്റു 1 1 1 പ്ലസ് C2 ഇൻറ്റു 0 മൈനസ് 1 2 C3 ഇൻറ്റു 1 0 1 എന്ന് എഴുതാൻ പറ്റും. അതിൽ നിന്ന് 3 സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഫോം ചെയ്യുക. അത് സോൾവ് ചെയ്യുമ്പോൾ C1 C2 C3 കിട്ടും. എന്നിട്ട് ടി ഡയറക്ട്ലി അപ്ലൈ ചെയ്യുക. എന്നിട്ട് ടി ഓഫ് 1 1 1ന്റെയും ടി ഓഫ് 0 മൈനസ് 1 2ന്റെയും ടി ഓഫ് 1 0 1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ ടി ഓഫ് 4 2 0 നമുക്ക് കിട്ടും. ഇനിയിപ്പം ഇവിടെ 4 2 0യ്ക്ക് പകരം എക്സ് വൈ സെഡ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ എക്സ് വൈ സെഡിനെ 1 1 1 0 മൈനസ് 1 2 1 0 1ന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതി പ്രൊസീഡ് ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് ദി ആൻസർ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.